രണ്ടടിയൊക്കെ അടിച്ച് അവരെയൊക്കെ ഒന്ന് ഭീഷണിപ്പെടുത്തിയാൽ ആത്മീയ ആരാധനയും പ്രാർത്ഥനയൊക്കെ സ്റ്റോപ്പാക്കാമെന്ന പൈശാചിക ശക്തികളുടെ കണക്കുകൂട്ടൽ. എന്നാൽ പൈശാചിക മണ്ഡലങ്ങളെ നിങ്ങൾക്ക് തെറ്റുപറ്റിപ്പോയി. ഇത് പൗലോസും ശീലാസുമാണ്. ആമേൻ. പ്രമാണം പിടിച്ചുകൊണ്ട്, കൊല്ലാനുള്ള അധികാരപത്രം പിടിച്ചുകൊണ്ട് ക്രിസ്തുവിന് വേണ്ടി നിൽക്കുന്നവരെ കൊല്ലാനായിട്ട് ഇറങ്ങിത്തിരിച്ചവൻ. രാമൻ ദർശനത്തിൽ സൂര്യനെ വെല്ലുന്നൊരു വെളിച്ചത്തിനകത്തു നിന്ന് ദൈവിക ദർശനം കണ്ട് സകലവും വിട്ടിറങ്ങിത്തിരിച്ചവനെ അടിച്ച് നാമെ ഭീഷണിപ്പെടുത്തി സുവിശേഷത്തെ ഇല്ലാതാക്കാൻ ശ്രമിക്കുകയെന്ന്. പക്ഷെ നടക്കുമോ? ഇല്ല. മോർണിംഗ് മന്നായിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഈ ദിവസം ക്രിസ്തുവിന് വേണ്ടി നിൽക്കാൻ ഞാൻ നിങ്ങളും വളരെ ആർജവത്തോടെ നിൽക്കണമെന്നുള്ളതാ. ഹല്ലേലൂയ. ഇന്ന് ചിന്തിക്കാനായിട്ട് പോകുന്ന വചനം അപ്പോസ്തല പ്രവൃത്തി 16:25. അർദ്ധരാത്രിക്ക് പൗലോസും ശീലാസും പ്രാർത്ഥിച്ച് ദൈവത്തെ പാടി സ്തുതിച്ചു. അതിനു മുമ്പുള്ള കാര്യം നിങ്ങളൊന്ന് നോക്കിയേ. പുരുഷാരോ അവരുടെ നേരെ ഇളകി, അധിപതികൾ അവരുടെ വസ്ത്രം പറിച്ചുരിഞ്ഞു, കോലുകൊണ്ട് അവരെ അടിപ്പാൻ കൽപ്പിച്ചു. അവരെ വളരെ അടുപ്പിച്ച ശേഷം തടവിലാക്കി. ആ കാരാഗൃഹ പ്രമാണിയോട് അവരെ സൂക്ഷ്മത്തോടെ കാപ്പാൻ കൽപ്പിച്ചു. ഇങ്ങനെയുള്ള കൽപ്പന കിട്ടുകയാൽ അവരെ അകത്തെ തടവിലാക്കി അവിടെ കാലാമത്തിലിട്ട് പൂട്ടി. അർദ്ധരാത്രിക്ക് പൗലോസും ശീലാസും പ്രാർത്ഥിച്ച് ദൈവത്തെ പാടി സ്തുതിച്ചു. തടവുകാർ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. കണ്ടോ, എന്തൊരു വിഷയം! അത് ചെറിയ അടിയൊന്നുമല്ല, വളരെ അടി കൊണ്ട് കാരാഗ്രഹത്തിനകത്ത് കിടക്കുക. ഒരുമാതിരിപ്പെട്ടവരൊക്കെ ആണെങ്കിൽ സുവിശേഷവിലയൊക്കെ സ്റ്റോപ്പ് ചെയ്യുന്നെന്നൊക്കെ പറയും. പക്ഷെ ഇവർ, ഞാൻ മുമ്പേ പറഞ്ഞില്ലയോ, അധികാരപത്രം കൊണ്ട് പോയപ്പോൾ ദൈവത്തിൻ്റെ ദർശനം ഉണ്ടായി ദൈവത്തിൻ്റെ ഇറങ്ങിത്തിരിച്ചാടെ കാര്യമാണ്. സ്തോത്രം. രാത്രി 3 കാര്യമാണ് അവർ ദൈവത്തിന് വേണ്ടി ചെയ്തത്. പ്രാർത്ഥിച്ചു, പാടി, സ്തുതിച്ചു. 3 കാര്യം. എപ്പോഴാ? വേദനയുടെ നടുവിൽ. ശരീരം ഒന്ന് അനങ്ങിയാൽ വേദനയാണ്. കാലാമത്തിലാൽ അനക്കാൻ പറ്റത്തില്ല. കൈ ചങ്ങലയില ചലിപ്പിക്കാൻ പറ്റത്തില്ല. നാവ് മാത്രം എന്ത് ചെയ്യാൻ പറ്റും? അനക്കാൻ പറ്റും. അവർക്കത് മതി. നാവ് അനക്കിയാൽ മതി. നിൻ്റെ എല്ലാ മേഖലകളും അടഞ്ഞാലും ദൈവം നിനക്ക് വേണ്ടി ഒരു വഴി തുറക്കും. ആ വഴിയിലൂടെ എല്ലാം കടന്നു വരും. അങ്ങനെ പ്രതീക്ഷിക്കാത്ത ഇടത്തുനിന്ന് ഇവിടെ നാവിനെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. പ്രാർത്ഥിച്ചു, പാടി സ്തുതിച്ചു. 3 കാര്യം അവർ ദൈവത്തിന് വേണ്ടി ചെയ്തപ്പോൾ 5 കാര്യം ദൈവം അവർക്ക് വേണ്ടി ചെയ്തു. എന്താ? 1 ഭൂകമ്പം ഉണ്ടായി, 2 അടിസ്ഥാനം ഇളകി, 3 ചങ്ങല അഴിഞ്ഞു, 4 വാതിൽ തുറന്നു, 5 കാരാഗ്രഹ പ്രമാണി രക്ഷപ്പെടാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചുകൊണ്ട് അകത്ത് വന്നു. പൗലോസ് കണ്ട അതേ മനുഷ്യൻ, മക്കതോന്യക്കാരനായ പുരുഷൻ. രക്ഷപ്രായപ്പം വേറൊരു മാർഗമില്ല. കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ഇതങ്ങോട്ട് പച്ചയ്ക്ക് പറഞ്ഞു കഴിഞ്ഞപ്പോൾ കാരാഗ്രഹ പ്രമാണി അന്ന് രാത്രി തന്നെ സ്നാനപ്പെട്ട് കർത്താവിൽ വിശ്വസിച്ചതിൽ വീടടക്കം ആനന്ദിച്ചു. നിന്നെ മുറിവേൽപ്പിച്ചവർ തന്നെ മുറിവ് കേട്ടോ. അവിടെ അങ്ങനെ ഒരു വായിക്കുന്നുണ്ട്. ആ നാഴികയിൽ തന്നെ അവരെ കൂട്ടിക്കൊണ്ടുപോയി അവരുടെ മുറിവുകളെ കഴുകി താനും തനിക്കുള്ളവരെല്ലാം താമസിച്ച് ആ സ്നാനം ഏറ്റു. സ്വത്രം. മുറിവ് കഴുകി. അത്രയ്ക്ക് മുറിവാരും ശരീരം മൊത്തം കഴുകി എല്ലാം വെച്ച് കെട്ടി. സ്വത്രം. ചേർന്നൊന്ന് വെയ്യത്തെ ശ്രദ്ധിച്ചാറ്റ. ഇങ്ങനൊരു ട്വിസ്റ്റ് നിങ്ങളുടെ ലൈഫിനകത്ത് ഈ നാളുകളിൽ സംഭവിക്കും. വിശ്വസിക്കാമോ? ഈ ദൂത് സംഭവിക്കും. പ്രാർത്ഥിക്കുക. സ്വർഗീയ പിതാവേ, ഞങ്ങളെ കേൾപ്പിച്ച ദൈവദൂതിന് മുമ്പിൽ സമ്പൂർണ്ണമായിട്ട് താഴ്ത്തി സമർപ്പിക്കുകയും ചെയ്യുന്നു. ഈ ദൂത് കേട്ട എല്ലാവരുടെയും ജീവിതത്തിനകത്ത് ഭയങ്കരമായ അനുഗ്രഹങ്ങളെ ചൊരിഞ്ഞ് ദൈവിക മാന്യത വെളിപ്പെടുത്തി സഹായിച്ചു കൊള്ളണമെന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ, വിടുതലുകൾ സംഭവിക്കട്ടെ, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. മോർണിംഗ് മന്ന സന്ദേശം ശ്രവിച്ചുകൊണ്ടിരുന്ന എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം. പാസ്റ്റർ ബിനു വട്ടപ്പാറ. ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി 9745600023 എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു:
97 45 60 00 23. ദൈവം നമ്മേവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.